നമസ്കാരം പ്രിയ കൂട്ടുകാരെ. എൻ്റെ മനസ്സിനെ അത്രയേറെ സ്പർശിച്ച എന്തെങ്കിലും വിഷമിപ്പിച്ച എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ലോങ് വീഡിയോ ആക്കാറുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ഒട്ടുമിക്ക പേരും ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അത്. നമ്മളൊക്കെ ഒരു ആപത് ഘട്ടത്തിൽ വിളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എല്ലാവർക്കും അറിയാം, നാഗങ്ങൾ എന്ന് പറയുന്നത് പ്രത്യക്ഷ ദൈവങ്ങളാണ്. ഇങ്ങനെ അറിയാമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേരും തല്ലിക്കൊല്ലാറുണ്ട്. ഉപദ്രവിക്കരുത് എന്ന ഒരു മെൻറ്റാലിറ്റിയോടെ പോകുന്നവർ വാവ സുരേഷ് ഏട്ടനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും വിളിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു സേവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വാവ സുരേഷ് എന്ന് പറയുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സുരേഷ് ചേട്ടൻ. ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ നിറ കണ്ണുകളോടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ നാട് ഏതാണെന്ന് പറയുന്നില്ല, ആളേതാണെന്ന് പറയുന്നില്ല, എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ദിവസം ഇതേപോലെ പാമ്പിനെ പിടിക്കണമെന്ന് പറയുന്നു. 11 മണിയായപ്പോൾ ആ വീട്ടിലെത്തി. ഏകദേശം 3 മണിയോടെയാണ് അദ്ദേഹത്തിന് മതിൽ പൊളിച്ചിട്ട് വേണമായിരുന്നു പാമ്പിനെ എടുക്കാൻ എന്ന് പറയുന്നുണ്ട്. 3 മണി വരെ നീണ്ടു നിന്ന ആ ഒരു വലിയൊരു ദൗത്യത്തിന് ശേഷം അദ്ദേഹം പാമ്പിനെ പിടിക്കുന്നു. ഒരു വീട്ടിലും ചെന്ന് ഒരു നേരത്തെ ആഹാരം ചോദിച്ച് വാങ്ങിക്കാത്ത അദ്ദേഹം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം അത് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. ദാഹം സഹിക്കാൻ വയ്യാതെ വന്നപ്പം ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നുണ്ട്. നല്ലൊരു പോസ്റ്റിൽ നിന്ന് വിരമിച്ച ഒരു മാഡം, ഇപ്പം തരാ മോനെ എന്ന് പറഞ്ഞ വീട്ടിലെ മാഡമായിരുന്നു. തരാ മോനെ എന്ന് പറഞ്ഞിട്ട് പുറത്തെ ബാത്റൂമിൽ നിന്ന് ആ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പിൽ അദ്ദേഹത്തിന് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷേ ആ വീട്ടിലെ തന്നെ പുറംപണിയിൽ നിൽക്കുന്ന ജോലിക്കാർ പറയുന്നുണ്ട്, സാറേ ആ വെള്ളം കുടിക്കല്ലേ, അത് പുറത്തെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന്. അദ്ദേഹം കുടിക്കുന്നില്ല, അത് കളയുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് തിരുവോണത്തിന് അദ്ദേഹത്തിനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. വീട്ടുകാരുടെ ഒപ്പം പോലും ഫുഡ് കഴിക്കാതെ അനാഥാലയത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളുടെ കൂടെ അശരണരായവരുടെ കൂടെ ഇരുന്നാണ് 10-12 വർഷമായിട്ട് അദ്ദേഹം ഫുഡ് കഴിക്കാറുള്ളതെന്ന് പറയുന്നുണ്ട്. വരാൻ പറ്റില്ല എന്ന് ആ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവരോടൊപ്പം പോയി ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വരാം, ഒരു ഗ്ലാസ് പായസം കുടിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വീട്ടിൽ പോകുന്നു. അദ്ദേഹത്തെ സിറ്റൗട്ടിൽ ഇരുത്തി. ഈ വീട്ടിൽ ആൾ അകത്ത് പോകുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആരെയും കാണുന്നില്ല, പായസവും കാണുന്നില്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടായിരിക്കണമല്ലോ അദ്ദേഹം അകത്തോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കുറേ ഗ്ലാസ്സുകൾ നിരത്തി വെച്ചിരിക്കുന്നു. പക്ഷേ പുറത്തെ അടുക്കള വാതിലിലൂടെ ആ വീട്ടിലെ പയ്യൻ ഓടി വന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് പായസം കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം കുടിച്ചിട്ട് ആ ഗ്ലാസ് അവിടെ ഉപേക്ഷിക്കാതെ അത് അദ്ദേഹം ചുരുട്ടി കൂട്ടി പോക്കറ്റിലിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഡിസ്പോസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യർ നമ്മളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലേ, നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലേ. അവർക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ നിറത്തിലാണോ അദ്ദേഹത്തെ അളക്കുന്നത്? ജാതിയിലാണോ? മതത്തിലാണോ? എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? അദ്ദേഹം എന്നല്ല, ഒരു മനുഷ്യരെയും അങ്ങനെ വേർതിരിച്ച് കാണാൻ നമ്മൾ എന്ന് പറയുന്ന നമ്മളുടെ മനുഷ്യ ജീവികൾക്ക് പറ്റില്ല. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 2 കുഞ്ഞുങ്ങളെയും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള ഈ ഒരു നേരത്തെ ആഹാരം കൊടുത്ത് വിശപ്പടക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വീട്ടിലെ തിണ്ണയിൽ ചേമ്പിൻ്റെ ഇലയും വാഴയുടെ ഇലയും ഒക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഫുഡ് കൊടുക്കാൻ പറഞ്ഞ് ഒരു അച്ഛനും അമ്മയും സ്ഥിരം വരാറുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. മിക്കവാറും ഒരു 6 മാസം കൂടുമ്പം. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാത്തയാണ്, അച്ഛനും ഒട്ടും നടക്കാൻ പറ്റില്ല. ഇവർ മുറ്റത്ത് നിൽക്കുന്ന ചേമ്പിൻ്റെ ഇലയൊക്കെ നുള്ളി കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷേ ഞാൻ പാത്രത്തിൽ തന്നെ അവർക്ക് കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ പാത്രത്തിൽ കഴിക്കാതെ അതിനകത്തുനിന്ന് തട്ടി ആ ഇലയിലിട്ടിട്ട് അവർ കഴിച്ചിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മരിച്ചു കഴിയുമ്പോൾ ഒരിടത്ത് ചെല്ലേണ്ടുന്നവരാണ്. അവിടെ ജാതിയില്ല, മതമില്ല, കറുത്തവരെന്നില്ല, വെളുത്തവരെന്നില്ല. നമ്മളെല്ലാവരും അലിഞ്ഞു ചേരുന്നത് ഒരിടത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു
വർണ്ണവിവേചനം കാണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മനുഷ്യരെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ആ മനുഷ്യൻ അനുഭവിച്ച വിഷമം നമുക്ക് ആ ഇൻ്റർവ്യൂയിലൂടെ മനസ്സിലാക്കും. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നിറകണ്ണുകളോടെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയുകയാണ്. സുരേഷ് ഏട്ടൻ എപ്പം ഞങ്ങളുടെ ഇടയിൽ വന്നാലും ഞങ്ങൾ ഒരാളായിട്ട് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഞങ്ങളോടൊപ്പം ഞങ്ങൾ കഴിക്കുന്ന പാത്രത്തിൽ അങ്ങേക്ക് ഞങ്ങൾ ഫുഡ് സെർവ് ചെയ്യും. അത്രയും ഇടുങ്ങിയ ചിന്താഗതി ആരും കാണിക്കരുത്, ആരോടും കാണിക്കരുത്.